നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 ജൂൺ മാസം 6-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 23-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം ശരിക്ക് ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയുമാണ്. വെള്ളി എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ ദിവസമാണ്. ദിവസങ്ങളിൽ നല്ല ദിവസങ്ങളിലൊന്നാണ് വെള്ളിയാഴ്ച, ശുക്രവാരം, വെള്ളിയാഴ്ച. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല ദിവസമാണ്, ഏകാദശിയാണ്. ഇതെല്ലാം ഒത്തു വന്നിരിക്കുന്ന ഒരു ശുഭദിനമാണിന്ന്. അപ്പം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഇന്ന് അനുകൂലപ്രദമാണ്. നമുക്ക് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം. ശുഭദിനം, ശുഭനക്ഷത്രം. അതുപോലെ ഇടവ മാസത്തിലെ ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ശുക്രൻ്റെ ദിവസം നമുക്ക് ജന്മ അല്ലെങ്കിൽ ബർത്ത്ഡേ ആയിട്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും, അല്ലെ? ഭാഗ്യദായകമായ അവസ്ഥകൾക്ക് ഇടവരുത്തും. അപ്പോൾ ഇവിടെ ഭാഗ്യദായകമായ അവസ്ഥകൾ എന്ന് പറയുമ്പോൾ വീട് വയ്ക്കാത്തവർക്ക് വീട് വയ്ക്കാൻ നടക്കും. അതേപോലെ വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വിവാഹത്തിന് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് കിട്ടുക. അപ്പോൾ ഈ ഒരു വർഷത്തെ മംഗല്യം, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വിവാഹം നടക്കാത്തവരാവട്ടെ, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രോബ്ലം ആയിട്ടിരിക്കുന്നവരാവട്ടെ, ഭാര്യയുമായിട്ട് അകന്ന്, അതായത് അല്ലെങ്കിൽ വിദേശത്ത് ഭർത്താവും ഭാര്യ നാട്ടിലും ആയിട്ടിരിക്കുന്നവർക്ക് വിദേശത്തേക്ക് കൊണ്ടുവരാനാവട്ടെ, ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. അപ്പോൾ ഈ സമയത്തെ ശരിക്ക് വിനിയോഗിക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും, ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. അപ്പോൾ അതിനനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി ഇറങ്ങുന്നത് നന്നായിരിക്കും. 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:49 തൊട്ട് രാവുകാല സമയം ആരംഭിക്കും. 12:29 വരെ രാവുകാല സമയമാണ്. രാവുകാല സമയം നമുക്ക് യാത്രയ്ക്ക് നല്ലതല്ല. മറ്റ് ശുഭകാര്യങ്ങൾക്ക് ബാധകമല്ലെങ്കിൽ പോലും യാത്രയ്ക്ക് ഈ സമയം എടുക്കരുത്. പിന്നെ നമുക്ക് ഒന്നിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 7:41 തൊട്ട് 9:15 വരെയും യമകണ്ഠകാല സമയം വരുന്നത് ഇവിടെ അതേ പ്രകാരം 3:32 തൊട്ട് 5:06 വരെയും യമകണ്ഠകാല സമയവും. ഈ 2 സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നത്തെ ദിവസവും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:59 തൊട്ട് 12:47 വരെ 48 മിനിറ്റ് അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ള കളറ് വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ശുക്രൻ്റെ ഫലത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.